സോ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു ചെറിയ നിസ്സാരമായിട്ടൊരു കംപ്ലൈൻ്റ് ആണ്. അതായത് നമ്മുടെ ഗിയർ ലിവറിൻ്റെ ഒരു പ്ലേ ആണ്, ഓവറായിട്ടുള്ള പ്ലേ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്ന കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത്. ഹലോ മച്ചാന്മാരെ, ഏവർക്കും മോട്ടോർ സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയറിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുമേഷ് കാർത്തി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മാരുതി 800 ഗിയർ ഷിഫ്റ്റിംഗ് ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓവറായിട്ട് നല്ല ഷിഫ്റ്റായിട്ട് പോകുന്നുണ്ട്, അതുപോലെ തന്നെ റിവേഴ്സ് ഗിയർ വീഴാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു കംപ്ലൈൻറ്റ് സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ഗിയർ ഷിഫ്റ്റ് കംപ്ലൈൻറ്റ് വരുമ്പോൾ നോക്കേണ്ട കാര്യങ്ങളാണ് നമ്മളൊന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് കംപ്ലൈൻറ്റ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ തന്നെ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കംപ്ലൈൻറ്റ് പൂർണ്ണമായിട്ടും മാറുമെന്ന് നമുക്ക് ഈ ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഏവർക്കും മോട്ടോർ സ്പീഡ് ഓട്ടോമാറ്റിക് കെയറിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു ചെറിയ നിസ്സാരമായിട്ടൊരു കംപ്ലൈൻ്റ് ആണ്. അതായത് നമ്മുടെ ഗിയർ ലിവറിൻ്റെ ഒരു പ്ലേ ആണ്, ഓവറായിട്ടുള്ള പ്ലേ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്ന കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഗിയർ റിവേഴ്സ് ഗിയറും കാര്യങ്ങളൊക്കെ ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു സംഭവം, ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വരുമ്പോൾ. നമ്മളിന്ന് ചെറിയ നിസ്സാരമായിട്ടുള്ള പണിയാണ്. അപ്പോൾ എന്ത് കൊണ്ടാണ് ഈ ഒരു ഗിയർ ലിവർ നല്ല ഓവർ പ്ലേ വരുന്നതും ഈ ഒരു റിവേഴ്സ് ഗിയർ ഇടാൻ എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ടായിട്ട് വരുന്നതും കാര്യങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സോ ഇതാണ് നമ്മുടെ ഗിയർ ഷാഫ്റ്റിൻ്റെ ഗിയർ ലിവറിൻ്റെ ഷാഫ്റ്റ്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ അറിയാൻ പറ്റും നല്ല പ്ലേ ഉണ്ട്. ഇവിടുത്തെ ബുഷ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്, ഇവിടുത്തെ ബുഷ് തേഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഓവറായിട്ട് പ്ലേ വന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ ഒരു ബുഷും അതുപോലെ തന്നെ ഫ്രണ്ടിലുള്ള ടീ ബുഷുണ്ട്, ഈ രണ്ട് ബുഷ് നമ്മൾ മാറിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഈ ഒരു പ്ലേ കുറഞ്ഞ് കിട്ടും. നമുക്ക് ഈസിയായിട്ട് നമുക്ക് റിവേഴ്സ് ഗിയറും കാര്യങ്ങളൊക്കെ മാറ്റാൻ സാധിക്കും, ഈ ഒരു കംപ്ലൈൻറ്റ് കാണത്തില്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ബുഷിൻ്റെ ഈ ഒരു 10ൻ്റെ നട്ട് അഴിച്ചിട്ട് ഈ ബുഷ് നമുക്ക് പുതിയത് ഫിറ്റ് ചെയ്യാം. സോ നമ്മളിന്ന് മാറാൻ പോകുന്ന രണ്ട് ബുഷ് ഇതാണ്. ഒന്ന് ടീ ബുഷ് എന്ന് പറയും, ഇത് ഗിയർ ഷാഫ്റ്റിൻ്റെ ഫ്രണ്ടിൽ വരുന്നതാണ്. പിന്നെ ഈ ഒരു ബുഷ് ഗ്രീൻ ബുഷാണ്, ഇത് നമുക്ക് ഗിയർ ലിവറിൻ്റെ ആ ഒരു താഴെയായിട്ട് വരുന്ന രണ്ട് ബുഷാണ് നമുക്ക് മാറേണ്ടത്. ഇത് നമ്മൾ നോക്കിയപ്പോൾ കംപ്ലൈൻ്റ് ആയിരുന്നു, ഇത് ഒരു ബുഷ് കട്ടായിട്ട് ഫുള്ളായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്ലേ ആയിരുന്നു, നമുക്ക് ഗിയർ ഇടാൻ ഒരു ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ രണ്ട് ബുഷും മാറുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ടീ ബുഷും നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ മാറിപ്പോകുന്നു. കാരണം എങ്കിൽ ഗിയറിന് ചെറിയ പ്ലേയും കാര്യങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതും കൂടെ അതുകൊണ്ട് ഈ ഒരു കംപ്ലൈൻറ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ രണ്ട് ബുഷും നമ്മൾ മാറുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് ബുഷ് നമുക്ക് മാറാം.
ഇനി നമുക്ക് അഴിക്കേണ്ടത് ഈ ഒരു ടീ ബുഷാണ് നമുക്ക് അഴിക്കേണ്ടത്. ഈ ടീ ബുഷും കൂടെ അഴിച്ച് നമുക്ക് മാറാം. അപ്പോൾ എന്നാലേ കറക്റ്റ് ഒരു പ്ലേ കറക്റ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഗിയർ ഇടാൻ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇതും കൂടെ നമുക്ക് അഴിച്ചൊന്ന് മാറാം. സോ ഇതാണ് നമ്മുടെ ഒരു പുതിയ ടീ ബുഷ് എന്ന് പറയുന്നത്. ഇത് പഴയ ടീ ബുഷാണ്. അപ്പോൾ നമ്മളിതിൽ ചെയ്യേണ്ടത് 2 ഓറിങ് വരുന്നുണ്ട്, ഒരു റബ്ബർ 2 ഓറിങ് വരുന്നുണ്ട്. ഈ ഒരു ഗ്യാപ്പിലായിട്ട് ഓറിങ് ഫിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ സൈഡിലും ഓറിങ് ഫിറ്റ് ചെയ്യാനുണ്ട്. 2 സൈഡിലും ഓറിങ് ഫിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഇതിൽ നമ്മളെ ഷാഫ്റ്റിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് അതും കൂടെ ഒന്ന് ഫിറ്റ് ചെയ്യാം. സോ ഇപ്പോൾ നമ്മുടെ ആ ഒരു നേരത്തെ ഒരു പ്ലേയും കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. ഗിയർ ഷാഫ്റ്റ് ഇപ്പോൾ കറക്റ്റ് ഇതായിട്ടുണ്ട്. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യാതിരിക്കും. നേരത്തെ നമ്മൾ കൈ ഒന്ന് തിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചെറുതായിട്ട് റൊട്ടേറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ അത്യാവശ്യം നല്ല ഇതുമായിട്ടുണ്ട്. നമുക്ക് റിവേഴ്സ് ഗിയർ ഇടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അല്ലെങ്കിൽ നമുക്ക് റിവേഴ്സ് ഗിയർ ഇടുമ്പോൾ സീറ്റിൻ്റെ വരെ വന്നിട്ടാണ് റിവേഴ്സ് ഗിയർ ഇടേണ്ടത്. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ 2 ബുഷ് മാറിയപ്പോൾ ഇപ്പോൾ ആ ഒരു കംപ്ലൈൻറ്റ് മാറി നമുക്ക് ഗിയർ ഇടാൻ നല്ല ഈസി ആയിട്ടുണ്ട്. ഇപ്പോൾ റിവേഴ്സ് ആയിരുന്നാലും വലിയ ഓവർ പ്ലേ ഒന്നുമില്ല. അപ്പോൾ കറക്റ്റ് നമുക്ക് റിവേഴ്സ് ഗിയർ ഇടാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 ബുഷ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കംപ്ലൈൻറ്റ് നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നമ്മുടെ ഈ ഒരു ഗിയർ ഷിഫ്റ്റിൻ്റെ കംപ്ലൈൻറ്റ് എങ്ങനെയാണ് പൂർണ്ണമായിട്ട് മാറിയത് എന്ന് മനസ്സിലാക്കണം. അതായത് 2 ബുഷ്, അതായത് നമ്മുടെ ഒരു ഗിയർ ഷിഫ്റ്റിൻ്റെ താഴെ വരുന്ന ഒരു ബുഷും അതുപോലെ തന്നെ ടീ ബുഷും കൂടെ മാറിക്കഴിഞ്ഞാൽ അത്യാവശ്യം കംപ്ലൈൻറ്റ് ഇല്ല എങ്കിൽ, ചെറിയ കംപ്ലൈൻറ്റ് ആണെങ്കിൽ പൂർണ്ണമായിട്ട് മാറാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു കംപ്ലൈൻറ്റ് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം മാറുക. ഈ ഒരു ബുഷ് മാറിയിട്ടും കാര്യമുള്ളൂ. അതായത് ഈ ഒരു കംപ്ലൈൻറ്റ് ആണ്, ഈ ബുഷ് കട്ടായി പോയിട്ടുണ്ടെങ്കിൽ മാറിക്കഴിഞ്ഞാൽ ഈ ഒരു കംപ്ലൈൻറ്റ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മാറുന്നതാണ്. അല്ല എങ്കിൽ നമ്മൾ ഗിയർ ബോക്സിലാണ് കംപ്ലൈൻറ്റ് എങ്കിൽ അത് കറക്റ്റായിട്ട് നോക്കിയാലേ നമുക്ക് ആ ഒരു കംപ്ലൈൻറ്റ് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ബുഷിൻ്റെ കംപ്ലൈൻറ്റ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട്, നമുക്ക് വലിയ ചിലവൊന്നുമില്ല, ചെറിയ ചിലവിൽ തന്നെ നമുക്ക് ഈ ഒരു ബുഷിൻ്റെ കംപ്ലൈൻറ്റ് നമുക്ക് തീർച്ചയായും മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഗിയർ ഷിഫ്റ്റ് കറക്റ്റ് ആവുന്നതാണ്, നമുക്ക് ഓവർ പ്ലേ ഒന്നും വരത്തില്ല. കറക്റ്റ് ഗിയർ ഷിഫ്റ്റ് ആവുന്നതാണ്. റിവേഴ്സ് ഗിയറും കാര്യങ്ങളെല്ലാം നമുക്ക് കറക്റ്റ് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഏറെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറക്കാതെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, അതുപോലെ നെഗറ്റീവിലും പോസിറ്റീവിലും ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം, അതുപോലെ തന്നെ ഈ ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായം, നിങ്ങളുടെ വാഹന സംബന്ധമായ സംശയങ്ങളും കാര്യങ്ങളെല്ലാം മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. അതോടൊപ്പം നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓൾന്ന് കൊടുക്കുക. എന്നാൽ മാത്രമേ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ കാണാൻ സാധിക്കുകയുള്ളൂ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ സുമേഷ് കാർത്തി, സൈനിങ് ഓഫ്.